നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. തൃശൂർ വടക്കേക്കാട് ലഹരി മാഫിയ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി. ഏറ്റുമുട്ടലിൽ 2 പേർക്ക് വെട്ടേറ്റു. വടക്കേക്കാട് സ്വദേശികളായ പ്രണവ്, റെനിൽ എന്നിവർക്കാണ് വെട്ടേറ്റത്. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച മധ്യവയസ്കന് പോക്സോ കോടതി 54 വർഷം കഠിന തടവും 1,40,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പിഴത്തുകയിൽ നിന്ന് 1 ലക്ഷം രൂപ കുട്ടിക്ക് നൽകണമെന്നും വിധി. ചാലക്കുടിയിൽ 1.5 ദിവസം വീട്ടമ്മയെ വീഡിയോ കോളിൽ ബന്ദിയാക്കി ഓൺലൈൻ തട്ടിപ്പ്. മേലൂർ സ്വദേശി ട്രീസയാണ് തട്ടിപ്പിനിരയായത്. പല ഗഡുക്കളായി 40,000 രൂപയോളം വീട്ടമ്മ ട്രാൻസ്ഫർ ചെയ്തു. വാർത്തകൾ വിശദമായി. തൃശൂർ വടക്കേക്കാട് ലഹരി മാഫിയ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി. ഏറ്റുമുട്ടലിൽ 2 പേർക്ക് വെട്ടേറ്റു. വടക്കേക്കാട് സ്വദേശികളായ പ്രണവ്, റെനിൽ എന്നിവർക്കാണ് വെട്ടേറ്റത്. ഓട്ടോറിക്ഷയിൽ പോവുകയായിരുന്ന പ്രണവിനെയും റെനിലിനെയും തടഞ്ഞു നിർത്തി വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. പുന്നയൂർക്കുളം സ്വദേശി ഷിഫാനും മറ്റു 2 പേരും അടങ്ങുന്ന സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പറയുന്നു. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട അക്രമികൾക്കായി വടക്കേക്കാട് പോലീസിൻ്റെ അന്വേഷണം ആരംഭിച്ചു. വെട്ടേറ്റവരും വെട്ടിയവരും നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവരും കാപ്പ ചുമത്തപ്പെട്ടവരുമാണ്. പട്ടികജാതിക്കാരനായ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച മധ്യവയസ്കന് കുന്നംകുളം പോക്സോ കോടതി ജീവപര്യന്തം തടവും 54 വർഷം കഠിന തടവും 1,40,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പിഴത്തുകയിൽ നിന്ന് 1 ലക്ഷം രൂപ കുട്ടിക്ക് നൽകണമെന്നും വിധിയിലുണ്ട്. സിമന്റ് പണിക്കാരനായ പോർക്കുളം വെസ്റ്റ് മങ്ങാട് ചുണ്ടയിൽ വീട്ടിൽ സന്തോഷിനെയാണ് കുന്നംകുളം പോക്സോ കോടതി ജഡ്ജ് എസ് ലിഷ ശിക്ഷിച്ചത്. സിമന്റ് പണിക്കാരനായ പോർക്കുളം വെസ്റ്റ് മങ്ങാട് ചൂണ്ടയിൽ വീട്ടിൽ സന്തോഷിനെയാണ് കുന്നംകുളം പോക്സോ കോടതി ജഡ്ജ് എസ് ലിഷ ശിക്ഷിച്ചത്. 2024 ജൂലൈ 21 മങ്ങാട് കൊട്ടിയാട്ടുമുക്ക് അമ്പലത്തിൽ പാട്ടുവെച്ച സമയം ചെണ്ട കൊട്ടി കളിക്കുകയായിരുന്ന 11കാരനെ പാടത്തേക്ക് തട്ടിക്കൊണ്ടുപോയി ലൈംഗിക പീഡനത്തിന് വിധേയമാക്കുകയായിരുന്നു. പഴഞ്ഞിയിൽ പെരുന്നാളിന് പോയി വന്ന ബന്ധുക്കൾ കുട്ടി പാടത്തു നിന്നും ചെളിപുരണ്ടു വരുന്നത് കണ്ട് കാര്യം ചോദിച്ചപ്പോഴാണ് സംഭവം പുറത്തറിഞ്ഞത്. മീഡിയ ടൈം, തൃശൂർ. ചാലക്കുടിയിൽ 1.5 ദിവസം വീട്ടമ്മയെ വീഡിയോ കോളിൽ ബന്ദിയാക്കി ഓൺലൈൻ തട്ടിപ്പ്. മേലൂർ സ്വദേശി ട്രീസയാണ് തട്ടിപ്പിനിരയായത്. പല ഗഡുക്കളായി 40,000 രൂപയോളം വീട്ടമ്മ ട്രാൻസ്ഫർ ചെയ്തു. സംഭവത്തിൽ സൈബർ പോലീസിന് വീട്ടമ്മ പരാതി നൽകി. പോലീസ് വസ്ത്രം ധരിച്ച് വീഡിയോ കോളിലൂടെയാണ് തട്ടിപ്പുകാരൻ എത്തിയത്. ട്രീസയുടെ സിമ്മിന്റെ ഡ്യൂപ്ലിക്കേറ്റ് സന്ദീപ് എന്നയാൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചെന്ന് വിശ്വസിപ്പിച്ച് മുറിക്ക് പുറത്തിറങ്ങരുതെന്നും വിവരം പുറത്തുപോയാൽ സന്ദീപിന്റെ കൂട്ടാളികൾ കൊലപ്പെടുത്തുമെന്നും തട്ടിപ്പുകാരൻ. ഇതോടെ 1.5 ദിവസം വീട്ടമ്മ മുറിക്കുള്ളിൽ തന്നെ കഴിഞ്ഞു. ഇതിനിടയിൽ ബാങ്കിലുണ്ടായിരുന്ന 3 ലക്ഷത്തോളം രൂപ സർക്കാർ അക്കൗണ്ടിലേക്ക് മാറ്റണമെന്നാവശ്യം. ഓൺലൈൻ ട്രാൻസാക്ഷൻ അറിയില്ലെന്ന് പറഞ്ഞതോടെ ബാങ്കിൽ നിന്ന് നിക്ഷേപിക്കാൻ നിർദ്ദേശം. 2,60,000 രൂപ തട്ടിപ്പുകാരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ട്രീസ ബാങ്കിലെത്തി. അപ്പോഴും വിവരം പുറത്തു പറഞ്ഞില്ല. അക്കൗണ്ടിന്റെ ലിമിറ്റ് കുറവായതിനാൽ പണം ട്രാൻസ്ഫർ ചെയ്യാനായില്ല. ഇതോടെ ഗൂഗിൾ പേ വഴി ചെയ്യാൻ നിർദ്ദേശം. പല ഗഡുക്കളായി 40,000 രൂപയോളം ട്രാൻസ്ഫർ ചെയ്തു. പല നമ്പറുകളിലേക്ക് പണം നിക്ഷേപിച്ചതോടെ ട്രീസയ്ക്ക് സംശയം തോന്നി. അയൽവാസിയോട് വിവരം പറഞ്ഞതോടെയാണ് തട്ടിപ്പ് പുറത്തായത്. സംഭവത്തിൽ സൈബർ സെല്ലിലടക്കം പരാതി നൽകിയിരിക്കുകയാണ് വീട്ടമ്മ. എന്റെ അക്കൗണ്ട് നമ്പർ ചോദിച്ചു, എന്റെ FD-യുടെ നമ്പർ ചോദിച്ചു. ഞാൻ എല്ലാവരോട് പറഞ്ഞു, എല്ലാ നമ്പറുകളും കൊടുത്തു. ഇത് കഴിഞ്ഞിട്ടും ഇങ്ങനെ എപ്പോഴും ഫോൺ വന്നോണ്ടിരിക്കുക. ഫോണിൽ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക. ഇത് ചേച്ചി ഇത് എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ആകെ ഫെഡപ്പായി, മെന്റലി ആൻഡ് ഫിസിക്കലി ഞാൻ ഫെഡപ്പായി, എനിക്കിനി പറ്റില്ല, നിങ്ങൾ എത്ര നാളിങ്ങനെ ചെയ്യാനാണെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, അച്ഛാ ചേച്ചി ഒരു കാര്യം ചേച്ചി റെസ്റ്റ് ചെയ്തു. പക്ഷെ അവർ ഈ പറയുന്നതെല്ലാം ഹിന്ദിയിലാണ്, ഞാൻ മലയാളത്തിൽ തർജ്ജമ ചെയ്ത് പറയുവാണ്. അപ്പം അവരുടെ ആവശ്യം എന്താണ് ശരിക്കും പറഞ്ഞ ഈ ഫോൺ വിളിക്കുന്ന ആളുടെ ആവശ്യം? അവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലാസ്റ്റിലായപ്പോഴാണ് മനസ്സിലായത് അവർക്ക് പൈസ അടപ്പ് ചെയ്യണം. അതായത് മാഡത്തിന്റെ പേരില് ഒരു ഡ്യൂപ്ലിക്കേറ്റ് സിം എടുത്തിട്ട് ഒരാള് സന്ദീപ് കുമാർ എന്ന് പറയുന്ന ആള് ഇത് എന്തോന്ന് എടുത്തിട്ടുണ്ട്. അതുവഴിയാണ് നിങ്ങളുടെ പൈസ മുഴുവൻ അവൻ പെർസെന്റേജ് ഇടുന്നതെന്ന്. മീഡിയ ടൈം, ചാലക്കുടി. മാള പഞ്ചായത്തിലെ കാട്ടിക്കരക്കുന്ന് 1-ാം വാർഡിലുള്ള പ്രീ പ്രൈമറി സ്കൂൾ 2 വർഷമായിട്ട് നിർമ്മാണം പൂർത്തീകരിച്ച് കുട്ടികൾക്കായി തുറന്നു കൊടുക്കാൻ കഴിയാത്ത
മാള പഞ്ചായത്ത് ഭരണസമിതിയുടെയും 1-ാം വാർഡ് മെമ്പറുടെയും അനാസ്ഥയ്ക്കെതിരെ BJP അഷ്ടമിച്ചിറ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. BJP സൗത്ത് ജില്ലാ സെക്രട്ടറി വിപിൻ പാറമേക്കാട്ടിൽ ധർണ ഉദ്ഘാടനം ചെയ്തു. അവർക്ക് അവരുടെ ഇഷ്ടമോ ജനങ്ങളുടെ ഇഷ്ടമോ ഇതുവരെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം. ഈ പ്രത്യയശാസ്ത്രം നടപ്പിലാക്കുന്നത് ചിലരുടെ പോക്കറ്റിലേക്ക് പോകാനുള്ള പൊതുജനത്തിൻ്റെ പൈസ ചിലരുടെ പോക്കറ്റിലേക്ക് മാത്രം പോകാനുള്ള ഒരു ഉപാധിയാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നിങ്ങൾക്കറിയാം, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സഹകരണ ബാങ്കുകളിൽ നോക്കിക്കഴിഞ്ഞാൽ, നമുക്ക് തൊട്ടടുത്തുള്ള കരുവന്നൂർ ബാങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം 200 കോടിയോളം രൂപ പാവപ്പെട്ട ജനങ്ങളുടെ, കൂലിപ്പണിക്കാരുടെ, ദിവസവേതനക്കാരുടെ എല്ലാം തുക ചിലർ, അതും ഇരിഞ്ഞാലക്കുടയിൽ നിന്നുള്ളവരല്ല, സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള നേതാക്കൾ വന്ന് കൊള്ളയടിച്ചു കൊണ്ടുപോയി. അതിലൊരു ഭാഗം പാർട്ടിക്ക് കിട്ടുന്നു. BJP ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് NP സുധീർ അധ്യക്ഷത വഹിച്ചു. BJP മാള ഏരിയ പ്രസിഡന്റ് അജിത്ത് മേൽവീട്ടിൽ, ജോയ് മാതിരപ്പള്ളി എന്നിവർ സന്നിഹിതരായിരുന്നു. മേലടൂർ സമിതി ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾക്ക് ലഹരിക്കെതിരെ, മയക്കുമരുന്നിനെതിരെ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ജയകൃഷ്ണൻ P ക്ലാസ് നയിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് മുരുകേഷ് കടവത്ത് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക സുജാത, PTA വൈസ് പ്രസിഡന്റ് സിജു ചക്കാലയ്ക്കൽ, അനിൽ ജോൺ, യോഗ അധ്യാപകൻ സനീഷ്, ദിവ്യ ദാമോദരൻ എന്നിവർ സംസാരിച്ചു. സ്ത്രീകൾക്ക് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക ആക്രമണങ്ങളൊക്കെ കൂടും. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പാഠ്യേതര വിഷയങ്ങളിൽ പല കാര്യങ്ങളും ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്നില്ല എന്നുള്ള കാര്യം. പല കാര്യങ്ങളുണ്ടാകും. ഇതിനെപ്പറ്റി ചിന്തിച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളുണ്ട്. കൂടുതൽ പറഞ്ഞ് നമ്മൾ ഇതൊക്കെ നിങ്ങൾക്ക് കേട്ടാൽ കുറച്ച് ബോറടിക്കും. സൈക്കോളജിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ 2-3 ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ചെറിയ പ്രായത്തിൽ, അതായത് 13-12 വയസ്സ് തുടങ്ങി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അത് നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. നിങ്ങളുടെ കുഴപ്പമല്ല ഇതൊന്നും നിങ്ങളുടെ കുഴപ്പമല്ല. നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയിലൊന്ന് മാറ്റം. 1.5 കോടി മുടക്കി പുനർനിർമ്മാണം ചെയ്ത പറവൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൻ്റെ ദുർഗതിയിൽ പ്രതിഷേധിച്ച് CPM ടൗൺ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ നടത്തിയ സമരം നഗരസഭ പ്രതിപക്ഷ നേതാവും CPM ഏരിയ സെക്രട്ടറിയുമായ TV നിതിൻ ഉദ്ഘാടനം ചെയ്തു. ഈ നഗരസഭാ ഭരണത്തിന്റെ കെടുതികൾ തുടർച്ചയായി പത്രമാധ്യമങ്ങളിലൂടെ, പ്രതിപക്ഷത്തിന്റെ സമരങ്ങളിലൂടെ, നഗരസഭാ കൗൺസിൽ യോഗത്തിൽ, ബഹുജന സമരങ്ങളിലൂടെയൊക്കെ ഇപ്പോൾ പറവൂർ നഗരത്തിലെ ജനങ്ങൾക്ക് കാണാപ്പാടമാണ്. ഈ റോഡുകളുടെ പ്രശ്നം, ഗതാഗത കുരുക്കുകൾ, നഗരസഭയ്ക്ക് വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളുടെ പരിതാപകരമായ അവസ്ഥ, ആശുപത്രി, ചില സ്കൂളുകളുടെ അവസ്ഥ, എല്ലാം ഉപരിയായിട്ടുള്ളൊരു വലിയ പ്രശ്നം നമ്മുടെ മുന്നിൽ തന്നെ പറവൂർ നഗരസഭയുടെ മുനിസിപ്പൽ ടൗൺ ഹാൾ ഒരു നോക്കുകുത്തിയായിട്ട് നിൽക്കുകയാണ്. പ്രതിഷേധ സമരത്തിൽ AP ഏഞ്ചൽ അധ്യക്ഷനായി. ടൗൺ ഹാൾ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് വേണ്ടി 5 വർഷത്തോളമായി അടച്ചിട്ടിരിക്കുകയാണ്. 1.5 കോടി ചിലവഴിച്ച് അറ്റകുറ്റപ്പണി നടത്തി തുറന്നെങ്കിലും അധികകാലം നീണ്ടു നിന്നില്ല. പലയിടത്തായി ചോർച്ച തുടങ്ങിയതോടെ വീണ്ടും പൂട്ടി. കുറഞ്ഞ നിരക്കിൽ സാധാരണക്കാരും കല്യാണ ആവശ്യങ്ങളും പൊതു ആവശ്യങ്ങളും നിർവഹിച്ചിരുന്ന ടൗൺ ഹാൾ പ്രവർത്തനം നിലച്ചതോടെ നഗരസഭയ്ക്ക് സാമ്പത്തിക ബാധ്യതയും ജനങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ പറ്റാത്ത സ്ഥിതിയുമാണ്. KA വിദ്യാനന്ദൻ, CP ജയൻ, ജ്യോതി ദിനേശൻ, EG ശശി, MK ബാനർജി എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ വടക്കേക്കാട് ലഹരി മാഫിയ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലിൽ 2 പേർക്ക് വെട്ടേറ്റു. വടക്കേക്കാട് സ്വദേശികളായ പ്രണവ്, റെനിൽ എന്നിവർക്കാണ് വെട്ടേറ്റത്. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച മധ്യവയസ്കന് പോക്സോ കോടതി 54 വർഷം കഠിന തടവും 1,40,40,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പിഴത്തുകയിൽ നിന്ന് 1 ലക്ഷം രൂപ കുട്ടിക്ക് നൽകണമെന്നും വിധി. ചാലക്കുടിയിൽ 1.5 ദിവസം വീട്ടമ്മയെ വീഡിയോ കോളിൽ ബന്ദിയാക്കി ഓൺലൈൻ തട്ടിപ്പ്. മേലൂർ സ്വദേശി ട്രീസയാണ് തട്ടിപ്പിനിരയായത്. പല ഗഡുക്കളായി 40,000 രൂപയോളം വീട്ടമ്മ ട്രാൻസ്ഫർ ചെയ്തു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.